ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. എറണാകുളം ജില്ലയിൽ പുകയില നിയന്ത്രണ നിയമം ലംഘിച്ചവർക്കെതിരെ വ്യാപക നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 92,000 രൂപ പിഴ ഈടാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ജില്ലാ പുകയില നിയന്ത്രണ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംയുക്ത പരിശോധന നടത്തിയത്. 450ഓളം കടകളിലും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് 160 സ്കൂളുകളുടെ പരിസരങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയതിനൊപ്പം 100 കണക്കിന് അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ചലച്ചിത്ര നടൻ സലിം കുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. പറവൂർ ടൗൺഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് മൃതദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജൂൺ 6 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി TJ വിനോദ് MLA നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഏകോപന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര ദീർഘകാല നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ 2ാം അധ്യായത്തിൽ കുട്ടികൾക്ക് 100ഓളം ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ G. പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സൗത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ഇൻസ്പയർ വിറ്റ്നസ് ഡേ നടന്നത്. സ്കൂളിലെ 25 കുട്ടികളുമായി ജില്ലാ കളക്ടർ നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഹൈജീൻ കിറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വിറ്റ്നസ് ഡേയിലൂടെ അവസരമൊരുക്കും. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഊത്തപിടുത്തത്തിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായ ജൂൺ, ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കി. നിയമം ലംഘിച്ച് ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെ 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.